കലാലയ മുത്തശ്ശിയായ കോട്ടയം CMS കോളേജ് മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് കൂടി വേദിയായി. വിദ്യാസൗഹൃദം എന്ന പേരിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പല തലമുറകൾ ഒന്നിച്ചു. കലാലയത്തിലേക്കുള്ള മടങ്ങിവരവ് ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോകൽ കൂടിയാണ്. വയസ്സുള്ള മുതിർന്നവർ മുതൽ 20കാരനായ പുതുതലമുറക്കാരൻ വരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തു. ഈ ക്യാമ്പസിലേക്ക് വരാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ ജനുവരി 26 എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആനുവൽ ഓരോ പ്ലാനിങ് നടത്തുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ഫ്രീ ആക്കി ഇടുക എന്നുള്ളതാണ് എനിക്കൊന്ന് ഏതൊരു CMS വിദ്യാർത്ഥിയുടെയും ഒരു പ്രധാന കാര്യം. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരും, ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുക, സംസാരിക്കുക. അവിടെയാണ് കൂടുതൽ സമയം ഇത്തവണയും വിപുലമായ രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കലാലയം ആയതുകൊണ്ട് തന്നെ എത്രയോ ജനറേഷൻസ് ഓഫ് അലംനൈ ഉണ്ട്, നമ്മൾക്ക് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എത്രയോ ആളുകളുടെ ജീവിതത്തെ ടച്ച് ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷന്. അതിവിടെ ആളുകൾ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ ഇവരുടെ മെമ്മറീസ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളുമായി. പിന്നെ കോളേജിന്റെ ഒരു വൈബും കോളേജിന്റെ ഒരു പ്രൗഡിയും കണ്ടിട്ട് എനിക്ക് തോന്നുന്ന മറ്റുള്ള ക്യാമ്പസിന് കിട്ടാത്ത ഒരു ഫീലാണ് ഈ കോളേജ് ഞങ്ങൾക്ക് തരുന്നത്, ഇവിടെ എന്നും വരുന്നവർക്ക് നൽകുന്നത്. സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ വേണു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറായിരുന്നു മുഖ്യാതിഥി. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.